ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തിരിച്ച് പ്രകാശനെ കാണാൻ എത്തും കേട്ടോ വിക്രം. അപ്പോൾ വിക്രത്തിനോട് പ്രകാശൻ ചോദിക്കുന്നുണ്ട്, എന്തായടാ ഷെയർ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കും കേട്ടോ. ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോഴത്തേക്കും പ്രകാശൻ പറയുക, എന്താണ് മോനെ എനിക്കിനി ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഓർത്ത് നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിക്രം പറയാം, അത് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്, പിന്നെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ കമ്പനിയുടെ ഷെയർ പുതിയ മുതലാളിയോട് ചോദിക്കാനാണ് കാർത്തിക പറഞ്ഞത്. പുതിയ മുതലാളിയോ? അതാരാന്ന് ചോദിക്കുമ്പോൾ പറയുക, വേറെ ആരാ, അച്ഛൻ്റെ ഇളയ മകള് കല്യാണി കിരണും കൂടിയാണ് അത് മേടിച്ചേക്കുന്നതെന്ന് പറയും കേട്ടോ. അതവർക്ക് ഇഷ്ടദാനം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പ്രകാശനാകെ നെഞ്ചുവേനെടുക്കും കേട്ടോ. എന്നിട്ട് പറയാണ്, എന്താണ് മോനെ അവൾ നശിച്ച് കാണണമെന്ന് ഓർത്തിട്ട് നീ ആണല്ലോ നശിച്ചു പോകുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുന്ന വിക്രത്തിന് നല്ല ദേഷ്യം വരുവാണ്. വിക്രം പറയുവാണ്, ഇനി എൻ്റെ തലയിലോട്ട് വെച്ചോ, അല്ലാതെ അച്ഛനീ കാണിച്ചതിലൊന്നും അല്ല. ഇത്രയും നാൾ ചെറുപ്പം തൊട്ട് അവളെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ അവളെ കൊല്ലാണ്ട് വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ, അത് തന്നെ ആദ്യത്തെ തെറ്റ്. അതുമാത്രമാണോ, എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു പെണ്ണുമ്പിള്ളയെ പോയി കിട്ടി, അത് മറച്ചു വെക്കുകയും ചെയ്തു. അതല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാവാൻ കാരണം. അല്ലാതെ ഞാനാന്ന് പറഞ്ഞിട്ട് അച്ഛൻ തടി തപ്പാനൊന്നും നോക്കണ്ട, ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു കാര്യങ്ങളൊന്നും നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാട്ടോ. ഇതൊക്കെ കേൾക്കുന്ന പ്രകാശനാകെ സങ്കടപ്പെട്ട് അവിടെ കിടക്കുവാണ്. കഴിഞ്ഞ് വെളിയിലെത്തുന്ന വിക്രത്തെ കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്തായുടെ മോനെ ഷെയർ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എൻ്റെ മുഖം കണ്ടിട്ട് മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ലേ, എല്ലാവരും കൂടെ പറ്റിക്കുമായിരുന്നു, എല്ലാവരും കൂടെ നമ്മളെ കെണിപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞ് നടന്ന കാര്യമൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അമ്മൂമ്മയ്ക്ക് ആകെ കൂടെ വിഷമവും ദേഷ്യമൊക്കെ വന്നിട്ട് പറയുകയാണ്, ഓ ആ കല്യാണി എന്ന് പറയുന്ന ഒറ്റ എടുത്തവളാണ് ഇതിന് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും വിക്രം പറയുന്നുണ്ട്, അത് നേരെ, ആ സമയത്ത് എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, അവൾ ചങ്ക് കുത്തി ഞാൻ കയറിയനെ, അതുപോലെ എനിക്ക് ദേഷ്യം വന്നു എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രായപ്പണ്ണനും ബാലണ്ണനും കൂടെ ഇങ്ങനെ കയറി വരും കേട്ടോ. രായപ്പണ്ണനെ കാണുമ്പോഴത്തേക്കും അമ്മൂമ്മ ആകെ വിറച്ചിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്തേക്ക് വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ നിൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛൻ കാശ് തന്നില്ലെങ്കിൽ നീ കാശ് തരണം, 1-2 രൂപയൊന്നുമല്ല 17 ലക്ഷം രൂപയാണ് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബാലണ്ണനും പറയുകയാണ്, എന്തായിരുന്നു അഹങ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഓ നീ ഈ മനസ്സിലിരിപ്പോണ്ടായിരുന്നല്ലേ ഞങ്ങളുടെ കൂടെ നടന്നേ, നീയും ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലണ്ണൻ പറയുന്നുണ്ട്, മനസ്സിലിരിപ്പം കൊണ്ടൊന്നും അല്ല ഞാൻ നടന്നത്, നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുത്തേ, പിന്നെ ഇവൻ്റെ അച്ഛൻ്റെ ഒക്കെ അഹങ്കാരം എന്തായിരുന്നു കല്യാണത്തിൻ്റെ രാവിലെ വരെ, ഇപ്പോഴല്ലേ എല്ലാം ഒന്ന് ഒതുങ്ങിയത്, അഹങ്കാരത്തിന് ഇതൊന്നും കിട്ടിയാൽ പോരാ എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ രായപ്പണ്ണനോട് പറയുന്നുണ്ട്, നിങ്ങളെന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട, ഇപ്പം പലിശയ്ക്ക് പണം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുന്ന രായപ്പണ്ണന് നല്ല ദേഷ്യം വന്ന് വിക്രത്തിൻ്റെ കുത്തിന് കയറി പിടിക്കും കേട്ടോ. എന്നിട്ട് പറയാം, നീ എന്നെ നിയമം പഠിപ്പിക്കുവാണോ, നിന്നേക്കാളും വലിയ പുള്ളികളുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് മേടിച്ചിട്ടുണ്ട്, അപ്പം നീ എൻ്റെ അടുത്ത് അഭ്യാസം ഉറക്കുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, വീടാടെ അവനൊന്നും ചെയ്യല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാൻ, ആ കാശ് ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുക. ആ സമയത്ത് രായപ്പണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഡോക്ടറെ ഒന്ന് കയറി കാണട്ടെ, അകത്ത് കിടക്കുന്ന നിൻ്റെ തന്തയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോയെന്ന്, അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാനത് മുതലാക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, താലിമാലയും സാധനം എല്ലാം കൂടി തിരിച്ചു തന്നില്ലേ, അതൊരു 6.5 ലക്ഷം രൂപയുണ്ടല്ലോ. ആ സമയത്ത് രായപ്പണ്ണൻ പറയുന്നുണ്ട്, ബാക്കി കാശ് നിൻ്റെ അച്ഛൻ തന്നില്ലേ നീ തരണം, അത് എന്നെ കൊണ്ട് ഞാൻ തരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്ന കാർത്തികനെയും അമ്മേനെയൊക്കെയാണ് കേട്ടോ. അവിടെ കാണാൻ വേണ്ടിയിട്ട് കല്യാണി ചെല്ലുന്ന സമയത്ത് പ്രകാശൻ ഇങ്ങനെയൊക്കെ വന്നതിൽ ഒരു വിഷമവും ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ജീവിതത്തിൽ നടന്ന എന്തോ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞത് എന്താണെന്നൊക്കെ ചോദിച്ചറിയാൻ നോക്കും കേട്ടോ. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, സമയമുണ്ടല്ലോ, ഇപ്പം എല്ലാ പ്രശ്നവും മാറിയല്ലോ, ഇനി പറയാം, എന്തായാലും വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് കല്യാണിയുടെ വീട്ടിലോട്ട് പോവുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും താരയാണ് സരയുവിൻ്റെ അമ്മ എന്നുള്ള സത്യം മനോഹറിനോട് പറയും കേട്ടോ. എന്നെ വെറുക്കല്ലേ മനോവേട്ടാ, എനിക്കൊരു സത്യം പറയാനുണ്ട്, കിരൺ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പം സംശയം തോന്നി, ഞാനിട്ട് ചെക്ക് ചെയ്ത് ആ DNA എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മനോഹർ പറയുവാണ്, അതെന്തായാലും കുഴപ്പമില്ല, ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം ചന്ദ്രശേഖരൻ നായർ CS ഒക്കെ പറയുന്നത് മോളുടെ അച്ഛൻ ആണല്ലോ താരയിൽ കുഞ്ഞുണ്ടായതിന് കാരണം, അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്നാലും മോളുടെ അച്ഛൻ ഇത്രയും വലിയൊരു വില്ലനായിരുന്നു, അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സരയു പറയാണ്, അത് നേരാ, അച്ഛൻ അന്ന് ഷോക്ക് കൊടുത്തതിൽ ഒരു കുഴപ്പമില്ല, 2 കൂടെ കൊടുക്കേണ്ടതായിരുന്നല്ലേ മനോവേട്ടാ, മനോഹരൻ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്ത് സരയുവിനോട് മനോഹർ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ദേഷ്യം മോളൂ, അച്ഛനും അമ്മയൊക്കെ ഒരു പ്രായം വരെ നമ്മളെ നോക്കാനുള്ളതാണ്,
അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യയല്ലേ ഉള്ളൂ. എൻ്റെ ഭാര്യയും മോളൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് എന്തിനാണ് മോളിനോട് ദേഷ്യം? ഒരു കുഴപ്പമില്ല. എന്തായാലും DNA ടെസ്റ്റ് കൊണ്ട് മാത്രം ഇത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. സത്യം ഇപ്പോൾ മോൾ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കാം എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അവർ കരിക്ക് കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തുവാണ്. അങ്ങനെ കരിക്കൊക്കെ മേടിച്ച് കുടിക്കുമ്പം അവിടെ വഴിയെ പോകുന്നൊരു പുള്ളി വന്നിട്ട് ചോദിക്കുകയാണ്, അമരനാണോ? ഞങ്ങളുടെ നാട്ടിലെ ഒരു പെങ്കൊച്ചിനെ വിവാഹം കഴിച്ച് കടന്നു കളഞ്ഞ ആളുടെ മുഖച്ഛായ ഉണ്ടല്ലോ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും മനോഹർ ആകെ പെട്ടുപോവാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയണേ, ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞ് തടി തപ്പോ കേട്ടോ. പയ്യെ അവിടുന്ന് കാശും കൊടുത്ത് സരയുവിനെയും കൂട്ടി അവിടുന്ന് അങ്ങ് ഇറങ്ങുവാണ്. അങ്ങ് മനസ്സിൽ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞായിരിക്കും അവളുടെ കുഞ്ഞായിട്ടിപ്പം വളർത്തുന്നതെന്ന് അങ്ങേര് പറഞ്ഞത്. അത് ഞാൻ തന്നെ കെട്ടിയ ഏതെങ്കിലും പെണ്ണായിരിക്കും. ഇതിപ്പോൾ ഏതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് വെക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് വെക്കുന്ന മനോഹറിൻ്റെ അടുത്തോട്ട് എന്നിട്ട് സര ചോദിക്കുകയാണ്, മനോഹറിനെ പോലെ ഒരുപാട് പേരുണ്ടല്ലേ, എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും മനുവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാണോ, മനുവേട്ടനെ പോലെ മുങ്ങിയതാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ടല്ലോ. അതെന്താ അങ്ങനെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡൗട്ടടിച്ച് ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും മനോഹർ ആകെ ടെൻഷൻ അടിച്ച് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.